നമ്മുടെ കോഴി രാഹുൽ മാങ്കൂട്ടത്തിൽ തനി സ്വഭാവം കാട്ടിയിരിക്കുന്നു. കോഴി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിക്കുന്നവർക്കെല്ലാം എതിരെ സൈബർ ആക്രമണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസാണ് സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഉമാ തോമസ്, കെ രമ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർക്ക് നേരെയൊക്കെ സൈബർ ആക്രമണം ശക്തമായിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് തൃക്കാക്കര എംഎൽഎയും PT തോമസിൻ്റെ വിധവയുമായ ഉമാ തോമസാണ്. ഉമാ തോമസിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയാണ് രാഹുൽ ഫാൻസുകാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വയ്ക്കുന്നതാണ് ഉചിതമെന്ന്. രാഹുൽ MLA സ്ഥാനം എത്രയും വേഗം രാജിവെക്കണമെന്നും ഇന്നലെ ഉമാ തോമസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് ഉമാ തോമസ് ചോദിച്ചിരുന്നു. ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് മാനനഷ്ട കേസിന് പോകാതെ രാഹുൽ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു. ഇതോടെയാണ് തൃക്കാക്കര MLAക്ക് നേരെ സൈബർ ആക്രമണം രൂക്ഷമായി മാറിയത്. ഭർത്താവ് മരിച്ചത് കൊണ്ടല്ലേ നീ MLA ആയത്? നിനക്ക് രാഷ്ട്രീയമായി എന്ത് ഗുണമാണുള്ളത്? രാഷ്ട്രീയമായി എന്ത് പാരമ്പര്യമാണുള്ളത്? ഇങ്ങനെയൊക്കെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിലാണ് ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ സൈബർ ആക്രമണത്തിൽ താൻ കുലുങ്ങില്ലെന്നും തൻ്റെ പ്രസ്ഥാനം തന്നോടൊപ്പം ഉണ്ടാകുമെന്നും അനീതികൾക്ക് നേരെ താൻ ഇനിയും പ്രതികരിക്കുമെന്നും ഉമാ തോമസ് പറഞ്ഞു. സൈബർ ആക്രമണങ്ങൾക്ക് താൻ പുല്ലുവില പോലും സംരക്ഷിക്കുന്നില്ല എന്ന് ഉമാ തോമസ് പറഞ്ഞു. അതേസമയം ഉമാ തോമസിനെ സംരക്ഷിച്ചുകൊണ്ട് DYFI സംസ്ഥാന സെക്രട്ടറി B സനോജ് രംഗത്തെത്തി. B സനോജ് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ഷാഫി പറമ്പിൽ ആണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്, ഷാഫി പറമ്പിലല്ല. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ തലയിൽ ഇത് വെച്ചു കൊടുക്കാനാണ് DYFI ശ്രമിക്കുന്നത്. ഷാഫി പറമ്പിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഷാഫി പറമ്പിൽ ടീം ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ DYFI ഇതിനെ രാഷ്ട്രീയമായി നന്നായി മുതലെടുത്തു. ഉമാ തോമസിന് നേരെ സൈബർ ആക്രമണം നടത്തിയത് ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു ക്രൈസ്തവ മേഖലയിൽ ഈ വാക്കുകൾ, സംസ്ഥാന സെക്രട്ടറി സനോജിൻ്റെ വാക്കുകൾ ക്രൈസ്തവ മേഖലയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തും. പ്രത്യേകിച്ചും ഉമാ തോമസ് ഈ അടുത്ത കാലത്താണ് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ ഒരു അപകടത്തിൽ സ്റ്റേഡിയം ഗാലറി മറിഞ്ഞ് അപകടത്തിലായതും അത്യാസന്ന നിലയിലായതും രക്ഷപ്പെട്ട് വന്നതും. ഉമാ തോമസ് തൻ്റെ അഭിപ്രായം വ്യക്തമായി പറയുന്ന വനിതയാണ്. മുമ്പ് അവർ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതൊന്നും അറിയാതെയാണ് ഈ ഓരിയിടുന്നത് അവരുടെ സൈബർ ഇടങ്ങളിൽ ഇരുന്ന്. ഉമാ തോമസ് ആരാണെന്ന് അറിയാത്തവരാണ് സൈബർ ഇടങ്ങളിൽ ഇരുന്ന് ഓരിയിടുന്നത്. അവർ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഭക്തി കൊണ്ട് കണ്ണു കാണാതായിരിക്കുന്നവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം അപകടകാരിയാണെന്ന് ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അയാൾ ഒരു കൊട്ടേഷൻ ടീമിനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കൊട്ടേഷൻ ടീം അംഗങ്ങൾ വന്ന് കമൻ്റ് ഇടും, തെറി വിളിക്കും പറയുന്നവനെ. പൊളിറ്റിക്സ് കേരളയ്ക്ക് നേരെയും തെറി വിളിക്കുന്നുണ്ട്. തെറി വിളിച്ചുകൊണ്ട് പോട്ടെ, ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പീഡന പരാതി ഉയർന്നപ്പോൾ ഞങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതിന് തെറിയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞങ്ങളുടെ മറിച്ചുള്ള ഉത്തരം മുറിപ്പത്തലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ വന്ന് പൂണ്ട വിളയാടുകയാണ്. ഉമാ തോമസിനെതിരെ ശക്തമായ ഒരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സ്ത്രീക്ക് നേരെ ഇതുവരെ, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ നേതാവായ സ്ത്രീക്ക് നേരെ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഈ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ആ സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ മാന്യതയാണ് ഇല്ലാതാക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കും എന്ന് പറയുന്നു. പുറത്താക്കിയാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇയാളൊരു തറയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഉമാ തോമസിനെ ഇത്രയധികം വലിച്ചു കീറിക്കൊണ്ടുള്ള സൈബർ ആക്രമണം നടത്തിയത് ഒട്ടും ശരിയായില്ല. ആ സൈബർ ആക്രമണത്തിന് എതിരാണ് പൊളിറ്റിക്സ് കേരള. ഒരു സ്ത്രീക്ക് നേരെയും പറഞ്ഞുകൂടാത്ത വാക്കുകൾ അവരുടെ ഭർത്താവിനെ പോലും, PT തോമസിനെ പോലും പറഞ്ഞുകൊണ്ടുള്ള സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ്.